നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങളും KSRTCയെ മെച്ചപ്പെടുത്താനും ഗതാഗത വകുപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കങ്ങളാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ എത്തിയതിന് പിന്നാലെ നടത്തിയിട്ടുള്ളത്. എന്നാൽ അതിൽ പലതിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ചിലതിനൊക്കെ പച്ചക്കൊടി കാണിക്കേണ്ട ഒരു കാര്യവും മുഖ്യമന്ത്രിക്ക് അനുകൂലമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ഓരോന്നും അക്കമിട്ട് നിരത്തി പറയുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. KSRTC ജീവനക്കാർ ഇന്ന് നേരിടുന്ന സകല പ്രതിസന്ധികളും ഉടനടി തന്നെ പരിഹരിക്കാനുള്ള ഒരു ഉറപ്പാണ് മന്ത്രി നൽകുന്നത്. ജീവനക്കാർക്ക് എഴുതിയ ഒരു തുറന്ന കത്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുകയാണ്. അതിലാണ് കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ ജീവനക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ എല്ലാ നേട്ടത്തിനുമായി KSRTCയുടെ പുരോഗതിക്കും വേണ്ടി സുപ്രധാനമായ പല മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ശമ്പളേതര ആനുകൂല്യങ്ങൾ എന്നിവയുടെ കാര്യമാണ്. അതിലാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് മാറ്റം വരുത്തുന്നതിനായി ശമ്പള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ പരിശ്രമിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളിൽ നിന്നും ഈടാക്കുന്ന വിഹിതം കൃത്യമായി പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ, സൊസൈറ്റി തുടങ്ങിയവരെല്ലാം തന്നെ വീഴ്ച വരുത്താതെ അടയ്ക്കുന്നതിൽ വായ്പകൾ പരിഗണനയിലുണ്ടാവണമെന്നാണ് അധികാരമേറ്റ ഉടൻ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യവും ഗണേഷ് കുമാർ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ സുരക്ഷിതമായ നിലനിൽപ്പ്, അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് ചലിക്കാനായി കഴിയൂ. അതിന് നിങ്ങളുടെ കൂടി പ്രവർത്തനവും ആത്മാർത്ഥമായ സഹകരണവും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും അനിവാര്യമാണ്. അത് ലഭിക്കുന്നുണ്ട്. ഇനിയും അത് തന്നെ തുടരണം. ബുദ്ധിമുട്ടുകൾക്കിടയിലും ഓരോരുത്തരും ഇതിൽ ഒരുമിച്ച് നിൽക്കണമെന്ന പ്രത്യാശയാണ് ഗണേഷ് കുമാർ പങ്കുവയ്ക്കുന്നത്. കടക്കണിയിൽ നിന്നും ക്രമേണയെങ്കിലും കോർപ്പറേഷനെ കരകയറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇതിലൂടെ ഗണേഷ് കുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് അദ്ദേഹം. സ്വാഭാവികമായും അതിൻ്റേതായ പ്രയാസങ്ങളും ഇതോടൊപ്പം തന്നെ നേരിടേണ്ടി വരും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും സാമ്പത്തിക ചോർച്ചകൾ തടഞ്ഞും നൂതന സാങ്കേതിക സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയുമാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു തന്നെയാണ് ഫീൽഡിലിറങ്ങി നിരവധി ആളുകൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ അവർ സമാഹരിച്ചു കൊണ്ടുവരുന്ന വരുമാനം തന്നെയാണ് KSRTCയുടെ പ്രാണവായു. അതിലൊരു തർക്കവുമില്ല. അതിൽ നിന്നും ചില്ലിക്കാശ് പോലും ചോർന്നു പോകാതിരിക്കാനുള്ളൊരു പരിശ്രമം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതാപൂർവമായ മനോഭാവമാണ്, സമീപനമാണ് നിലവിൽ താൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. യജമാനന്മാർ യാത്രക്കാരാണ് എന്നുള്ള ഒരു പൊതുബോധം ഓരോ ജീവനക്കാരനിലും ഉണ്ടാകണം. അങ്ങനെ മാന്യവും സുരക്ഷിതവുമായി യാത്ര ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കണം. സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധജനങ്ങളോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം വേണം സ്വീകരിക്കേണ്ടത്. പ്രധാനമായും പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, രാത്രി 10 മണിക്ക് ശേഷമുള്ള യാത്രകളിൽ വലിയ തിരക്കുകളൊന്നും തന്നെ അനുഭവപ്പെടില്ല. ഇരുട്ടിൻ്റെ മറവാണ്. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെ ശ്രേണിയിലുള്ള ബസ്സുകളുമൊക്കെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തിക്കൊടുക്കാനായി ശ്രദ്ധിക്കണം. രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് സ്ത്രീകളെയും കുട്ടികളെയും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തിക്കൊടുക്കാതെ ഇരുട്ടിൽ ഇറക്കി വിടുന്ന ഒരു പരാതി ഇനി ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ മോശമായ ഒരു സമീപനം എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ കർശനമായ നടപടിയെടുക്കാൻ മാനേജ്മെൻറ്റ് നിർബന്ധിതമാകും. ഒരു സംശയവും വേണ്ട. ഒരാളുള്ളെങ്കിൽ പോലും, യാത്രക്കാർ കൈകാണിച്ചാൽ പോലും കൃത്യമായി ബസ് നിർത്തി അവരെ കയറ്റാൻ തന്നെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇനി ജീവനക്കാരുടെ ക്ഷേമകാര്യങ്ങളെക്കുറിച്ചും കത്തിൽ വിശദമായി തന്നെ ഗണേഷ് കുമാർ പരാമർശിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഇനി മറുഭാഗത്ത് വിവാദമായി മാറിയ ഒരു വിഷയമുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ടു. അതിനെ തുടർന്ന് CITU നടത്തിക്കൊണ്ടിരുന്ന സമരം പിൻവലിക്കുന്നതായി അറിയിച്ചു. കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനാണ് ഈ മാസം 20-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം പ്രഖ്യാപിച്ചത്. ട്രേഡ് യൂണിയനുകളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നാണ് CITU ഭാരവാഹികളും പറയുന്നത്. മെയ് 1 മുതലാണ് പരിഷ്കരണം കൊണ്ടുവരാനായി തീരുമാനിച്ചിരുന്നത്. അതിനുള്ള ഉത്തരവിട്ടത്. നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പോലെ തന്നെ ദിവസേന 50 പേർക്ക് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നുള്ള നിർദ്ദേശമായിരിക്കും തൽക്കാലം തുടരുന്നത്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ പ്രഖ്യാപിച്ച വലിയ വിവാദമായ ഒരു പരിഷ്കരണം തന്നെയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു ദിവസം 50 പേർക്ക് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അതിനെതിരെ നിരവധി ആളുകൾ പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം സമവായമുണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.